ചേട്ടാ, ഇപ്പോൾ ഈ ലക്ഷദ്വീപിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നെന്ന് കേൾക്കുന്നു. അവിടുത്തെ MP-യുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം സ്വാഭാവികമല്ല. നമ്മൾ കുറേ കാലം മുമ്പ് ഒരു സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ കേട്ടിരുന്നു. അത് ആരംഭിച്ചത് ഗുജറാത്തിൽ നിന്ന് പ്രഫുൽ ഖോഡ പട്ടേൽ അവിടെ അഡ്മിനിസ്ട്രേറ്ററായി വന്നതിന് ശേഷമാണ്. പിന്നെ എന്തൊക്കെയായിരുന്നു പ്രശ്നം? ലക്ഷദ്വീപിലെ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നു, അവിടെ മദ്യശാല തുറക്കാൻ പോകുന്നു, പിന്നെന്താ അവിടെ ബീഫ് കഴിപ്പിക്കാൻ പോകുന്നു, ഗുജറാത്തിൽ നിന്ന് അമുലിൻ്റെ ഉൽപ്പന്നങ്ങൾ അവിടെ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു, അമുൽ ഇറക്കുമതി ചെയ്യാൻ എന്താ കുഴപ്പമാണ്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു മലയാള സിനിമയൊക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അവർ പറഞ്ഞിട്ട് മോദി കൊണ്ടുവന്ന് അവിടെ ജൈവായുധം പ്രയോഗിച്ചതുകൊണ്ടാണ് അവിടെ കോവിഡ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷദ്വീപിനൊരു പ്രത്യേക ഒരു ചരിത്രമുണ്ട്. ലക്ഷദ്വീപിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ ഏതാണ്ട് സമ്പൂർണ്ണമായി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഗോത്ര പദവി ST സ്റ്റാറ്റസും ഉണ്ട്. ഇതാണ് ലക്ഷദ്വീപിലെ ഒരവസ്ഥ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് കാണുമ്പോൾ സിനു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും മുമ്പ് 2 ദിവസം മുമ്പ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി മാധ്യമം ദിനപത്രം മാത്രമല്ല, അവരുടെ മീഡിയ വൺ ചാനലും മീഡിയ വൺ ചാനലിൽ 3 പേര് സംസാരിക്കുന്ന അടുപ്പ് കൂട്ടി ചർച്ച കണ്ടല്ലോ, ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞാണ്. അതിനകത്ത് ലക്ഷദ്വീപിനെ കുറിച്ച് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകർ നിർബന്ധമായും അറിയേണ്ട കാര്യമാണ്. അവർ പറയുന്നത് ലക്ഷദ്വീപ് 99.9% മുസ്ലിം ജനസംഖ്യയുള്ള സ്ഥലമാണ്. അവിടെ കേന്ദ്ര സർക്കാർ 36,000 കോടി രൂപ, അതായത് വെറും 36 ചെറിയ ദ്വീപുകളുള്ള പലതിലും ജനവാസമില്ല, ഏതാണ്ട് 3259 സ്ക്വയർ കിലോമീറ്റർ മാത്രം വ്യാപ്തിയുള്ള ചെറിയ ദ്വീപസമൂഹമാണ്. ആ 36 ചെറിയ ദ്വീപുകളാണ് അവിടെയുള്ളത്. എല്ലാം കൂടെ ചേർത്താലാണ് വരുന്നത് ഈ പറഞ്ഞ വിസ്തൃതി. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ദ്വീപസമൂഹത്തിൽ 36,000 കോടിയുടെ വികസന പ്രവർത്തനം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നു. അത് ദ്വീപിനെ നശിപ്പിക്കാനാണ് വലിയ വികസനം വരുന്നത്. അതിന് അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു ലോജിക്ക് എന്താ പറയുക? ഇപ്പോൾ ലക്ഷദ്വീപ് ഇന്ത്യയുടെ മാലദ്വീപ്സുമായിട്ട് വളരെ അടുപ്പുള്ള സ്ഥലമാണ്. അവിടെ ചൈനയുടെ ആധിപത്യം വരുന്നു, ചൈനയുടെ അനുഭാവം വരുന്നു. ശ്രീലങ്ക ഹമ്പൻതോട്ട തുറമുഖം ഇപ്പോൾ ചൈനയുടെയാണ്. അവിടെ ചൈനയുടെ നിരീക്ഷണ കപ്പലൊക്കെ ഇടയ്ക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലക്ഷദ്വീപ്. മിനിക്കോയ് ആണെങ്കിൽ 10 ഡിഗ്രി ചാനലാണ്, ഇന്റർനാഷണൽ കപ്പൽ ചാനൽ 10 ഡിഗ്രി എന്ന് പറയുന്നത്. ആ ചാനലിൽ കിടക്കുന്നുണ്ട്. വളരെ തന്ത്രപ്രധാനമായ നമ്മുടെ ആൻഡമാൻ 9 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് ആൻഡമാൻ്റെ ഇമ്പോർട്ടൻസ്. ഈ 10 ഡിഗ്രി ചാനലിൽ കിടക്കുന്നതുകൊണ്ട് ഇന്റർനാഷണൽ ട്രാഫിക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട അതിലാണ് അന്താരാഷ്ട്ര ചരക്കുകൾ ഗതാഗതം, സൂയിസ് കനാലും പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള കപ്പൽ ചാലുകളൊക്കെ പോകുന്ന ആൻഡമാനിലെ 9 ഡിഗ്രിയും അതുപോലെ തന്നെ പ്രധാനമാണ് ലക്ഷദ്വീപ്. പ്രധാന പാതയാണ്. തൊട്ടടുത്ത് ചൈന ആഭിമുഖ്യമുള്ള 2 രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ സൈനികമായി INS ജഡായു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഒരു നാവികത്താവളം ഇപ്പോൾ ആരംഭിക്കാൻ പോവുക. നേരത്തെയൊക്കെ നേവിയുടെ ചില ഓപ്പറേഷണൽ സെൻറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നു, ബിത്രയിലും ഒക്കെ ആയിട്ട്. ഇപ്പോൾ മിനിക്കോയിൽ നമ്മൾ INS ജഡായു എന്ന് പറഞ്ഞ് വലിയ താവളം ആരംഭിച്ചു. അതിൻ്റെ നടപടികളൊക്കെ ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി മീഡിയ വൺ ചാനൽ പറഞ്ഞെന്നറിയാമോ? അപ്പം 99%, അയാളുടെ 99.9 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100% മുസ്ലിങ്ങൾ മാത്രമുള്ള അവിടേക്ക് വികസനത്തിൻ്റെ ഭാഗമായി സൈനികവൽക്കരണത്തിൻ്റെ ഭാഗമായി പട്ടാളം വരുമ്പോഴത്തേക്ക് പട്ടാളക്കാർ അവരുടെ കുടുംബങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെ ലക്ഷദ്വീപിലെ ജനസംഖ്യ അട്ടിമറിക്കപ്പെടും. 99% എന്നുള്ള മുസ്ലിങ്ങൾ മാത്രം ജനങ്ങളുടെ റേഷ്യോ അട്ടിമറിക്കപ്പെടും. ജനങ്ങളുടെ റേഷ്യോ അട്ടിമറിക്കും. കാരണം ഹിന്ദുക്കൾ വരും, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പട്ടാളക്കാരും അവരുടെ കുടുംബങ്ങളുമായിട്ട് വരുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ഡെമോഗ്രാഫിയിൽ മാറ്റം വരും. ഇന്ത്യൻ പട്ടാളം അവിടെ വന്നാൽ. അതുകൊണ്ട് മുസ്ലിങ്ങളുള്ള ഈ പ്രദേശത്തേക്ക് ഇന്ത്യൻ സൈന്യം വരാൻ പാടില്ല, ഇന്ത്യയുടെ വികസനങ്ങൾ വരാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനമായി സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. എവിടെ മുസ്ലിം ഭൂരിപക്ഷമുണ്ടോ അവിടുത്തെ ജനസംഖ്യയെ അട്ടിമറിക്കുക, ജനസംഖ്യ അനുപാതത്തെ അട്ടിമറിച്ച് അവിടെ മുസ്ലിം ന്യൂനപക്ഷമാക്കി മാറ്റുക, അല്ലെങ്കിൽ അവർക്ക് തുല്യമായി മുസ്ലിം ഇതര ജനവിഭാഗങ്ങളെ കൊണ്ടുവരിക. നോക്കൂ, നമ്മൾ രാജ്യാന്തരമായി വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക തന്ത്രപ്രധാനമായ ഒരു പോയിൻ്റാണ് ലക്ഷദ്വീപും മിനിക്കോയും എന്ന് കണ്ട് മിനിക്കോയിൽ വലിയ സൈനിക താവളങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ഇവർ അട്ടിമറിക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യം അവിടെ വരാൻ പാടില്ല. ഇന്ത്യൻ സൈന്യം വന്നാൽ എന്ത് പറ്റും? അവരുടെ കുടുംബങ്ങളോട് വരുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം ഭൂരിപക്ഷം ഇല്ലാണ്ടാവും. അതാണ് മെയിൻ പ്രശ്നം. അപ്പം യഥാർത്ഥത്തിൽ അവർ മെയിൻ പ്രശ്നം അതല്ല. ഇന്ത്യൻ സൈന്യം അവിടെ വരാൻ പാടില്ല എന്ന് തന്നെയാണ്. സൈന്യം വരാൻ പാടില്ല. അപ്പം 36,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് INS ജഡായു പോലെയുള്ള സംഭവങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഭൂമി, ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഭൂമിയൊക്കെ വേക്കൻ്റായി കിടക്കുകയാണ്. അത് ആളുകൾക്ക് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് സർക്കാർ
കാലങ്ങളായി കൊടുത്തിരിക്കുകയാണ്. ലക്ഷദ്വീപിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യയുടെ അജണ്ടയിൽ കാര്യമായി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മാൽദീവ്സിൻ്റെയും ശ്രീലങ്കയുടെയും ഒക്കെ തന്ത്രപ്രധാനമായ പൊസിഷൻസ് മനസ്സിലാക്കി ഇന്ത്യ ലക്ഷദ്വീപിൽ ഒരു ഫോക്കസ് ചെലുത്തുന്നത് മോദി സർക്കാർ വന്നതിന് ശേഷം. അപ്പോൾ മറ്റൊന്നുകൂടിയുണ്ട്, നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇന്ത്യ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലക്ഷദ്വീപ് പിടിച്ചെടുക്കാനായിട്ട് പാകിസ്ഥാൻ സൈന്യം വന്നതാണ്. അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യൻ സൈന്യം അവിടെ എത്തിയതുകൊണ്ടാണ് ആ ദ്വീപുകൾ നമ്മുടേതായി മാറിയത്. ആദ്യം ഇന്ത്യൻ സൈന്യം ഉള്ളതുകൊണ്ടാണ് ആദ്യം നമ്മളെടുത്ത് ക്യാപ്ചർ ചെയ്തു. അതുകൊണ്ട് ലക്ഷദ്വീപ് ഇന്ത്യയുടേതായി. ഒന്ന് ആലോചിച്ചു, പാകിസ്ഥാൻ്റെ ആയിരുന്നെങ്കിൽ, പാകിസ്ഥാനാണ് ആദ്യം എത്തിയിരുന്നെങ്കിലത്തെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യ ഒരുപക്ഷെ യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കേണ്ടി വന്നേനെ. അല്ലെങ്കിൽ നമ്മുടെ തൊട്ടുമുറ്റത്ത് ലക്ഷദ്വീപ് കൊച്ചിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്, വളരെ തൊട്ടടുത്താണ്. ഇവിടെ ഈ ലക്ഷദ്വീപിൻ്റെ STD കോഡ് പോലും ഇപ്പം മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ 048 ആയിരുന്നു, 0484 ആയിരുന്നു. എനിക്കവിടെ ഒരു ആന്ത്രോത്ത് ദ്വീപിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാൾ ആന്ത്രോത്ത് കോടതിയിലെ ആമീനായിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ എനിക്ക് എങ്ങനെയോ ആ നമ്പറൊക്കെ നഷ്ടപ്പെട്ടു പോയി. മൊബൈലൊക്കെ വരുന്നതിന് മുമ്പാണ്. ലക്ഷദ്വീപിലെ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുമായിരുന്നു. ആ കോൺടാക്റ്റ് വിട്ടുപോയി. ഏതായാലും 0484 എന്നുള്ള എറണാകുളത്തിൻ്റെ കോഡായിരുന്നു ലക്ഷദ്വീപിനും ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് നമ്മുടെ അടുത്ത പ്രദേശമാണ് ലക്ഷദ്വീപ്. ആ ലക്ഷദ്വീപിൽ ഇപ്പോൾ പിന്നെ മറ്റേത് വികസനം വരുന്നതിനെ സംബന്ധിച്ചുള്ള ഈ ചർച്ചയിൽ മീഡിയ വണ്ണിലെ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം എന്നറിയോ? ലക്ഷദ്വീപിൽ റോഡുകൾ വലുതാക്കാൻ പോകുന്നു. വേണ്ടേ? എനിക്കറിയില്ല. റോഡുണ്ടാക്കുന്നു, റോഡുകൾക്ക് വീതി. എന്തിനാണ് ലക്ഷദ്വീപിലെ റോഡുകൾ വീതി കൂട്ടുന്നത്? ലക്ഷദ്വീപിലെ റോഡുകൾ വീതി കൂട്ടിയാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി റോഡ് വീതി കൂട്ടുക, അത് തെറ്റ്. അപ്പോൾ ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ലക്ഷദ്വീപിൻ്റെ എത്നിസിറ്റിയെ നശിപ്പിക്കും എന്ന് പറയാം. അവർ പറഞ്ഞ എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ 99.9% മുസ്ലിങ്ങളുള്ള ആ പ്രദേശം മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശമായി തുടരണം. അവിടെ ബാഹ്യമായ ഒരിടപെടൽ സൈനികമായിട്ടാണെങ്കിൽ പോലും ഉണ്ടാവാൻ പാടില്ല, വികസനത്തിൻ്റെ പേരിലായാലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പറയാണ്, ഈ റോഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഇത് വലിയ ടൂറിസം പ്രധാനപ്പെട്ട മേഖലയാണ്. മാൽദീവ്സിനും ലക്ഷദ്വീപിനും ഒരേ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മാൽദീവ്സിൽ ചില പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ വൻതോതിൽ ടൂറിസ്റ്റുകളും വരും. അപ്പോൾ ലക്ഷദ്വീപിലെ ആളുകളുടെ കൾച്ചറേ മാറിപ്പോവും. അപ്പോൾ ലക്ഷദ്വീപിനെ മുസ്ലിം സാമ്രാജ്യമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടെ 36,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുന്നതിനെതിരെ ഇപ്പോൾ ബഹളം വെക്കുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഫുൽ കോടാ പട്ടേലാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ ആകെ ചുക്കാൻ പിടിക്കുന്ന അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത്, അവിടെ കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിലേക്ക് പ്രഫുൽ കോടാ പട്ടേൽ എത്തി. അപ്പോൾ അവിടുത്തെ പുതിയ MP ഹംദുള്ള സെയ്ദാണ്. അപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ MP വന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു ഷാൾ അണിയിച്ചു. ലക്ഷദ്വീപിൻ്റെ ഭരണാധികാരി വന്നപ്പോൾ ആ പ്രദേശത്തെ MP ഒരു ഷാൾ അണിയിച്ചു. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലെ മേയർ കോൺഗ്രസ്സുകാരനാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അനിൽകുമാർ CPM-കാരനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം കൊച്ചി സന്ദർശിച്ചാൽ സ്വീകരിക്കാനായിട്ട് ആര് പോകും? അനിൽകുമാർ പോവും, മേയർ പോവും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോവും, ഒരു ബൊക്കെ കൊടുക്കും, അല്ലേ? പ്രോട്ടോക്കോളാണ്. അതുപോലെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ വന്നപ്പോൾ അവിടുത്തെ MP സെയ്ത് പോയിട്ട് ഒരു ഷാൾ അണിയിച്ചു. അതിൻ്റെ പേരിൽ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ സമരത്തിലാണ്. ഈ MP-യുടെ കോലം കത്തിക്കുന്നു. ഈ പ്രഫുൽ കോടാ പട്ടേലിനെ സ്വീകരിച്ചത് വിവാദമായിരിക്കുന്നു. അപ്പോൾ ഈ സമാനമായി മറ്റൊരു കാര്യം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, അവിടെ ഒരു വികസന പ്രവർത്തനം ഇല്ലാത്ത കാരണം ഭൂമി മുഴുവൻ സർക്കാർ യഥേഷ്ടം ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു. പണ്ടാര ഭൂമി എന്നാണ് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞൊരു പണ്ടാര ഭൂമിയായിരുന്നു. ഇപ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നു, പുതിയ പദ്ധതികൾ വരുന്നു. ഇപ്പോൾ പണ്ടാര ഭൂമി തിരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ 1-2 തലമുറയ്ക്കപ്പുറം ആയിരിക്കാം ഒരുപക്ഷെ ഈ ഭൂമി കിട്ടിയിരിക്കുന്നത്. പക്ഷേ പുറമ്പോക്ക് ഭൂമിയാണ്. ആളുകളുടെ സ്വന്തമല്ലാത്ത പുറമ്പോക്ക് ഭൂമി ചില സ്ഥലങ്ങളിൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെയും ആർമിയുടെയും നേവിയുടെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവിടെ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. 36,000 കോടിയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ നേവിക്കും സൈന്യത്തിന് വേണ്ടി മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുണ്ട്. കുടിവെള്ള പദ്ധതികളുണ്ട്. ശുദ്ധജലത്തിന് മാർഗ്ഗമൊന്നുമില്ല. അവിടെ കടലല്ലേ, വെള്ളം വേണം, വൈദ്യുതി വേണം. വൈദ്യുതി എങ്ങനെ ഉണ്ടാക്കുക? നമ്മുടെ ഇവിടുന്ന് ലൈൻ വലിച്ചൊന്നും കറണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല കടലിൽ കൂടെ. അവിടെ പുതിയ വൈദ്യുത നിലയങ്ങൾ വേണം. ഇതിനൊക്കെ തോതിലുള്ള പദ്ധതികളാണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ഭൂമി തിരിച്ചെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതും കൂടെ അവിടുത്തെ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ ലക്ഷദ്വീപ് എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഒരു വികസനവും പാടില്ല എന്ന് പറയുന്നവരുടെ അജണ്ട ലക്ഷദ്വീപിനെ ഒരു മുസ്ലിം സാമ്രാജ്യമാക്കി മാറ്റലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോക്കുന്നില്ല, നമ്മുടെ കേരളത്തിൽ പോലും നടന്ന കാമ്പയിൻ അവിടെ തെങ്ങുകൾക്ക് ചായ അടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലും അടിക്കുന്നുണ്ട്. അതിൻ്റെ കീടനാശിനികൾ, ഈ കീടങ്ങൾ വരാതിരിക്കാനുള്ള കീടപ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചുവന്ന ചായം അടിച്ചു, കാവി ചായം അടിച്ചതാണ്. ദേശാഭിമാനിക്ക് പോലും വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ പേരിൽ
ഒരു വലിയ ക്യാമ്പയിൻ ഇപ്പോൾ പതുക്കെ ആരംഭിച്ചു വരികയാണ്. അതായത് മുമ്പത്തേതിനേക്കാളും പ്രബലമായൊരു ക്യാമ്പയിൻ. ഇത് ലക്ഷദ്വീപിൻ്റെ മാത്രമല്ല. ലക്ഷദ്വീപും ഇപ്പോൾ എന്തുകൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ലക്ഷദ്വീപ് വരാതിരുന്നത്. 2 ആഴ്ച മുമ്പ് നമ്മൾ ലഡാക്കിൻ്റെ കാര്യം പറഞ്ഞു. ലഡാക്കിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ലഡാക്ക് 1,00,000 ജനങ്ങളേ ഉള്ളൂ. അവിടെ ലഡാക്കിലും ഇതുപോലൊരു വലിയ വികസന പദ്ധതി വരുന്നുണ്ട്. ആ വികസന പദ്ധതി വേണ്ട എന്നും പറഞ്ഞ് സമരമാണ്. കാരണം ലഡാക്ക് തന്ത്രപ്രധാനമായൊരു കേന്ദ്രമാണ്, ചൈനയോട് തൊട്ടുകിടക്കുന്ന പ്രദേശമാണ്. അവിടെ നമ്മൾ വലിയ റോഡുകൾ, എയർ സ്ട്രിപ്പുകൾ, നമ്മുടെ മിറാഷ്, റഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ എല്ലാം നമ്മൾ കൊണ്ടുപോവാണ്. ടാങ്കുകളൊക്കെ കൊണ്ടുപോവാണ്. പർവ്വതത്തിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന ടാങ്കുകൾ. കഴിഞ്ഞ ദിവസം ഒരു ടാങ്ക് ഒരു പ്രളയത്തിൽ ഒഴുകിപ്പോയി. അപ്പം മലമുകളിൽ പോലും ചൈനയെ പ്രതിരോധിക്കാൻ നമ്മൾ വലിയ ടാങ്ക് പടയും ഒക്കെ ഉപയോഗിച്ച് അവിടെ വലിയ റോഡുകളൊക്കെ ഉണ്ടാക്കുക. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ചൈന നയം എന്ന് പറയുന്നത് ഒരു 2014 മുമ്പ് വരെ അതിർത്തിയിൽ നമ്മളൊന്നും ചെയ്യണ്ട, ചൈനയെ പ്രകോപിപ്പിക്കേണ്ട എന്നായിരുന്നു. ഇപ്പോൾ അതിർത്തിയിൽ നമ്മൾ വലിയ എയർ സ്ട്രിപ്പുകൾ ഉണ്ടാക്കുന്നു, വിമാനത്താവളങ്ങൾ, നല്ല റോഡുകൾ ഉണ്ടാക്കുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് സ്വാഭാവികമായും ചൈനയ്ക്കെതിരാണ്. അവിടെയാണ് കോൺഗ്രസ് വന്നിട്ട് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇലക്ഷൻ മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ പ്രധാനമന്ത്രിയാൽ ഈ പദ്ധതി നടപ്പാക്കില്ല എന്ന്. ഇതുപോലെ 10 ഡിഗ്രിയിലാണ് നമ്മുടെ ആൻഡമാൻ ഉള്ളത്. ആൻഡമാനിൽ 72,000 കോടിയുടെ വികസന പ്രവർത്തനം നടക്കുന്നത്. ഇതിനെയും സമരത്തിലാണ്. അവിടെ ആൻഡമാനും ഈ പറയുന്ന പോലെ ചൈനയുടെ അധിനിവേശം കടലിലുണ്ടാവുന്നതിനെ തടയാൻ പറ്റുന്ന വലിയ സൈനിക താവളം ഉൾപ്പെടെ നമ്മൾ ഉണ്ടാക്കാൻ പോവുക. ഒരു മിലിറ്ററി പവർ കാണിക്കുന്ന, അതിനൊപ്പം തന്നെ നാടിന് ഗുണമുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ ആൻഡമാനിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൻഡമാനിലും ലഡാക്കിലും ഇന്ത്യ 72,000-ൻ്റെ 36,000 കോടിയുടെയൊക്കെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തുകയാണ്. രാജ്യത്തൊരിക്കലും ഈ ഐലൻഡ് സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിൽ നിന്ന് കുറേ അകലെ കഴിയുന്ന ദ്വീപ സമൂഹങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ തുക ഒരുപക്ഷെ സ്വാതന്ത്ര്യം കിട്ടി ഇക്കാലത്തിന് അത്രയും നമ്മൾ വിനിയോഗിച്ചിട്ടില്ല. അത്രമാത്രം ഫണ്ട് ഉപയോഗിച്ച് വികസന പ്രവർത്തനം നടത്തുന്ന ലഡാക്കിലെയും ആൻഡമാനിലെയും സമരങ്ങൾക്ക് ഫ്യൂവൽ ചെയ്യാൻ കോൺഗ്രസ് വന്നു. സ്വാഭാവികമായി അതിൻ്റെ ഗുണഭോക്താവ് ചൈനയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോൾ ലക്ഷദ്വീപ് ഉടനെ വരുമായിരിക്കുന്നു. ലക്ഷദ്വീപും വന്നു. അപ്പോൾ ഇന്ത്യ ചൈനയ്ക്കെതിരെ, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന തരത്തിലുള്ള സൈനിക നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവിടെ എല്ലാം കോൺഗ്രസ് പാർട്ടി എതിർപ്പുമായി വരിക. ഈ വികസനം വേണ്ട. അതിനിപ്പോൾ ലക്ഷദ്വീപിൽ ഒരു വർഗീയ മുഖം കൂടെ നൽകുകയാണ് ഈ ജിഹാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവർ പറയുന്നത് 99.9% മുസ്ലിങ്ങൾ മാത്രമുള്ള പ്രദേശത്തേക്ക് സൈനിക താവളം വന്നാൽ സൈനികരും കുടുംബങ്ങളും വരുമ്പോൾ ഞങ്ങളുടെ ജനസംഖ്യയിലുള്ള ഞങ്ങളുടെ ഏകപക്ഷീയമായ മുൻതൂക്കം ഇല്ലാതാകും, അത് അപകടമാണ് എന്ന് പരസ്യമായി 2-3 മാധ്യമപ്രവർത്തകരിരുന്ന് ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭീകരമാണ് ഈ പച്ചയ്ക്ക് മതം പറഞ്ഞ് രാജ്യ താല്പര്യങ്ങളെ അട്ടിമറിക്കാനുള്ള ഇവരുടെ നീക്കം എന്നാലോചിക്കണം. ഇതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ പേരിൽ വീണ്ടും സേവ് അല്ലെങ്കിൽ ഷേവ് എന്നൊക്കെ കളിയാക്കി പറയാറുണ്ട്. ലക്ഷദ്വീപ് ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിക്കാൻ പോവുക. അത് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇതിനകത്ത് പറഞ്ഞ എന്തിനാണ് രാജ്യത്ത് വികസനം ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി ഇവർ വികസനം വേണ്ട, ലക്ഷദ്വീപിന് വേണ്ട. ഞങ്ങൾ എത്തനിക് ഗ്രൂപ്പാണ്, ഞങ്ങളൊരു ഭയങ്കര ഒരു സവിശേഷമായ ഉള്ള ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടരുത്, ഞങ്ങൾ ഒറ്റയ്ക്ക് ഈ ലോകത്ത് കഴിഞ്ഞോളാം. ഇത് വളരെ എളുപ്പമാണ്. അങ്ങനെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ, തലയ്ക്ക് ബോധമുള്ള ആരെങ്കിലും പറയുകയാണ് 99% ഞങ്ങളാണ്, അവിടേക്ക് വേറെ ആരും പട്ടാളം പോലും വരാൻ പാടില്ല, വന്നാൽ ഞങ്ങളുടെ വിശുദ്ധിയെ ബാധിക്കും എന്ന് പറയുന്നത് എത്രമാത്രം അപകടകരമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ 2-3 പ്രധാനപ്പെട്ട കേന്ദ്രം, ഒന്ന് ലഡാക്ക്, ഒന്ന് ആൻഡമാൻ, അത് കഴിഞ്ഞ് ലക്ഷദ്വീപ്, അവിടെ നമ്മുടെ സൈന്യം കാലുറപ്പിച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്നതിന് എതിർപ്പുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ നടക്കുന്ന സമരങ്ങൾ കാരണം. കോൺഗ്രസ്സാണ് ആ സമരം കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സേവ് ലക്ഷദ്വീപ് എന്നുള്ള സമരം ഇക്കുറി മുസ്ലിമുകളുടെ പിന്തുണയോടെ കോൺഗ്രസ് ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അജണ്ട എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ലക്ഷദ്വീപിൽ നിന്ന് വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.